ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോളപ്പുലാവാണ്. ഇത് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണമായും ഹൗസ് പാർട്ടികൾക്കും ഉണ്ടാക്കാൻ കഴിയുന്ന എളുപ്പവും രുചികരവുമായ റൈസ് വിഭവമാണ്. അപ്പോൾ പുലാവിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇവിടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഒരു ബൗളിൽ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് വരെയാണ് കുതിർക്കാൻ വെച്ചത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തത്. വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കായി റൈസ് പാകമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ റൈസ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിൽ നിന്നും റൈസ് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് ചേർത്തതിന് ശേഷം പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ്. കുതിർത്തെടുത്ത് പകുതി വേവിച്ചെടുത്തതാണ്. ഇനി ഇത് ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ചേർത്തിളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിൻ ചേരുവയായ ചോളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറു തീയിൽ മൂടി വെച്ച് പാകം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കോണും ഗ്രീൻ പീസും പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി വേണ്ടത് റൈസ് മിക്സ് ചെയ്തെടുക്കലാണ്. അതിനായി ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കറുകാപ്പട്ട, 1 ബേ ലീഫ്, 3 ഏലക്കായ, 3 ഗ്രാമ്പു എന്നിവ ചേർത്തിളക്കി ചൂടാക്കിയെടുക്കാം. മസാലകളെല്ലാം ചൂടായി വരുമ്പോൾ വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത കോണും ഗ്രീൻ പീസുമാണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത പച്ചയും ചുവപ്പും ക്യാപ്സിക്കവും പിന്നെ മല്ലിയിലയും ചേർക്കാം. പിന്നെ നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ കോൺ പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ കോൺ പുലാവ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.